നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും ഈ വർഷത്തെ വിശേഷപ്പെട്ട ഓണം വിപണി ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരിക്ക് കിലോയ്ക്ക് വെറും 25 രൂപ മാത്രം. സപ്ലൈകോയുടെ ഓണം വിപണിയിലാകട്ടെ 30 മുതൽ 50% വരെ വൻ വിലക്കുറവോടെ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആവശ്യമായ ആനുകൂല്യങ്ങളും അർഹരായവർക്ക് സൗജന്യ ഓണക്കിറ്റുകളും ഈ ഓണക്കാലത്ത് സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കേരള സർക്കാർ സപ്ലൈകോ വഴി പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുന്ന ഔദ്യോഗിക ആനുകൂല്യങ്ങളാണ്. ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓണം നാളുകളൊക്കെ തന്നെ അടുത്തു കഴിഞ്ഞ ഈ സമയത്ത് വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങുമ്പോൾ പൊതുവിപണിയിലെ വലിയ വിലക്കയറ്റത്തെക്കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും വിപണി ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പ്രത്യേക ഓണം ഫെയറുകളും ഓണം മേളകളും ഒക്കെ തന്നെ ഇപ്പോൾ വൻ വിലക്കുറവോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 8-ാം തീയതി ഇന്ന് മുതൽ ഓഗസ്റ്റ് 25 വരെയുള്ള ദിവസങ്ങളിൽ ഈ മേളകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് വിലക്കുറവിൽ ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്, എവിടെയൊക്കെയാണ് ഈ വിപണി മേളകളൊക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അത് നമ്മുടെ കുടുംബ ബജറ്റ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഈ വർഷത്തെ ഓണം വിപണിയുടെ ഏറ്റവും വലിയ സവിശേഷത ആനുകൂല്യങ്ങൾ അത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. സപ്ലൈകോ വഴി നടക്കുന്ന സബ്സിഡി വിൽപ്പനയിൽ എല്ലാത്തരം റേഷൻ കാർഡ് ഉടമകളെ പരിഗണിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 8 മുതൽ ഉത്രാട ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 25-ാം തീയതി വരെ തുടർച്ചയായിട്ട് ഈ പ്രത്യേക വിപണികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാപ്യമാകുന്ന രീതിയിൽ വിവിധ തലങ്ങളിലാണ് ഈ ഓണച്ചന്തകളൊക്കെ തന്നെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ വലിയ നഗര കേന്ദ്രങ്ങളിൽ, മെട്രോ നഗരങ്ങളിലൊക്കെ തന്നെ വൻകിട മെട്രോ ഓണം ഫെയറുകളൊക്കെ തന്നെ സജ്ജമാക്കുമ്പോൾ സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ജില്ലാതല മേളകളൊക്കെ തന്നെ നടക്കുന്നതാണ്. കൂടാതെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും താലൂക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് നേരിട്ടെത്താനായിട്ട് പാകത്തിൽ പ്രാദേശിക ഓണച്ചന്തകൾ തുറക്കുന്നതാണ്. ഇതിന് പുറമെ നാട്ടിലെ നിലവിലുള്ള എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും ഓണം വിപണിയുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് പ്രത്യേക ഓഫറുകളോടുകൂടി ഓണം മാർക്കറ്റുകളായിട്ട് മാറി പ്രവർത്തിക്കും. പൊതുവിപണിയിലാകട്ടെ വൻ വിലയുള്ള 13 നിത്യോപയോഗ സാധനങ്ങളാണ് സപ്ലൈകോ വഴി സർക്കാർ നിശ്ചയിച്ച സബ്സിഡി നിരക്കിൽ തന്നെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അരി. ജയ, മട്ട, പച്ചരി എന്നിങ്ങനെ 3 ഇനം അരികളും അത് പൊതുവിപണിയിൽ കിലോയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയൊക്കെ തന്നെ വിലയുള്ളപ്പോൾ സപ്ലൈകോ ഓണച്ചന്തകൾ വഴി വെറും 25 രൂപ നിരക്കിൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. ചെറുപയറിന് പൊതുവിപണിയിൽ 110 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളപ്പോൾ സപ്ലൈകോയിലാകട്ടെ അത് 92 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഉഴുന്നിന് പുറത്ത് 120 രൂപ മുതൽ 130 വരെ ഈടാക്കുമ്പോൾ ഇവിടെ 95 രൂപ മാത്രമാണ് വില വരുന്നത്. കിലോയ്ക്ക് 95 രൂപ വിലയുള്ള കടലയാകട്ടെ 69 രൂപയ്ക്കും തുവരപ്പരിപ്പ് കിലോയ്ക്ക് 115 രൂപ നിരക്കിലുമാണ് ലഭ്യമാകുന്നത്. പൊതുവിപണിയിലാകട്ടെ 180 മുതൽ 200 രൂപ വരെ വില വരുന്ന വറ്റൽമുളക് സപ്ലൈകോ വഴി 135 രൂപയ്ക്ക് സ്വന്തമാക്കാം. മല്ലി കിലോയ്ക്കാകട്ടെ 79 രൂപ നിരക്കിലും വാങ്ങാൻ പറ്റും. കുടുംബങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ മറ്റൊന്ന് വെളിച്ചെണ്ണയുടെ വിലക്കുറവാണ്. ശബരി വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയേക്കാൾ ലിറ്ററിന് 30 രൂപ മുതൽ 40 രൂപ വരെ കുറവിലാണ് സപ്ലൈകോ വിതരണം ചെയ്യുന്നത്. സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ മറ്റ് പ്രമുഖ ബ്രാൻഡുകളുടെയൊക്കെ തന്നെ ഉൽപ്പന്നങ്ങൾക്കും വലിയ രീതിയിലുള്ള കിഴിവുകൾ ഇത്തവണ സപ്ലൈകോ തയ്യാറാക്കിയിട്ടുണ്ട്. ഓണസദ്യയ്ക്കും വിഭവങ്ങൾക്കും അത്യാവശ്യമായ മസാലപ്പൊടികൾ, പായസം മിക്സുകൾ, ബിസ്ക്കറ്റുകൾ, അതോടൊപ്പം തന്നെ സോപ്പുകൾ, മറ്റ് നിത്യോപയോഗ സംസ്കരിച്ച സാധനങ്ങൾ എന്നിവയ്ക്കൊക്കെ തന്നെ 10% മുതൽ 30% വരെ വിലക്കിഴിവ് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് പൊതുവിപണിയിലെ കടകളിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങുന്ന പ്രമുഖ ബ്രാൻഡഡ് പായസം കിറ്റ് അത് സപ്ലൈകോ ഓണച്ചന്തകളിൽ നിന്ന് വാങ്ങുമ്പോൾ 60 രൂപയ്ക്കോ 70 രൂപയ്ക്കോ ലഭ്യമാകും. 1-2 സാധനങ്ങൾ മാത്രം വാങ്ങുമ്പോൾ വലിയ തുക തോന്നില്ലെങ്കിലും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഓണം ആവശ്യത്തിനായിട്ട് ഒരുമിച്ച് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വലിയ ഒരു തുക അതിൽ ലാഭിക്കാനായിട്ട് ഇത് സഹായിക്കും. അനാവശ്യ ചെലവുകൾ കുറച്ച് ഓണാഘോഷങ്ങൾ കൂടുതൽ സന്തോഷകരമാക്കാൻ ഈ ഓഫറുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. റേഷൻ കാർഡ് വഴിയുള്ള ഓണക്കിറ്റ് വിതരണത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റ് അത് AY മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള 16 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി ആരംഭിക്കുന്നതാണ്. ഓണത്തിനാവശ്യമായ തേയില, അതോടൊപ്പം തന്നെ പായസം മിക്സ്, വിവിധ തരം മസാലകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ഈ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞക്കാർഡ് ഇല്ലാത്ത മറ്റു വിഭാഗക്കാർക്ക് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കില്ലെങ്കിലും നീല വെള്ള കാർഡ് ഉടമകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നീല റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് ഓണമാസത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീല കാർഡ് ഉടമകൾക്ക് സാധാരണ വിഹിതത്തിന് പുറമെ ആയിട്ട് കുറഞ്ഞ നിരക്കിൽ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ഈ മാസം റേഷൻ കടകൾ വഴി അധികമായിട്ട് കൈപ്പറ്റാവുന്നതാണ്. സപ്ലൈകോ ഓണച്ചന്തകളിൽ നിന്നും റേഷൻ കടകളിൽ നിന്നുമൊക്കെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പൊതുജനങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
സബ്സിഡി സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് റേഷൻ കാർഡോ അല്ലെങ്കിൽ കാർഡ് നമ്പറോ കൈവശം കരുതുന്നത് നിർബന്ധമാണ്. ഏത് നിറത്തിലുള്ള കാർഡാണെങ്കിലും കയ്യിൽ കരുതുന്നത് നടപടികൾ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. ഓഗസ്റ്റ് 25 വരെ സമയം ഉണ്ടെങ്കിലും അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാനിടയുള്ള കടുത്ത തിരക്ക് ഒഴിവാക്കാൻ ഓണം 10-നും 20-നും ഇടയിലുള്ള ആ ഒരു ദിവസങ്ങളിൽ പർച്ചേസ് പൂർത്തിയാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വീടിനടുത്തുള്ള സപ്ലൈകോ വിൽപ്പനശാലകളിലൊക്കെ തന്നെ സാധനങ്ങളുടെ സ്റ്റോക്ക് ലഭ്യമാണെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോവുക. കൂടാതെ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് സർക്കാർ നിശ്ചിത അളവ് അതിനുള്ള പരിധി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതിനാൽ തന്നെ സ്റ്റോക്കിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക. ഓണച്ചന്തകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെയൊക്കെ തന്നെ വിലയും ഗുണനിലവാരവും പൊതുജനങ്ങൾ എപ്പോഴും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. കേവലം വിലക്കുറവുണ്ടെന്ന് കേട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതെ സപ്ലൈകോയിലെ നിരക്കുകളും സമീപത്തെ പൊതുവിപണിയിലെ നിരക്കുകളും ഒക്കെ തന്നെ താരതമ്യം ചെയ്ത ശേഷം ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബില്ല് ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. നൽകിയ തുകയിലോ സാധനങ്ങളിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമോ പരാതിയോ ഭാവിയിൽ ഉണ്ടായാൽ അത് തെളിയിക്കാനായിട്ട് ഈ ബില്ല് ആവശ്യമാണ്. വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തിലോ തൂക്കത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തൃപ്തിക്കുറവ് നിങ്ങൾക്കുണ്ടായാൽ അധികൃതർക്ക് പരാതി നൽകാനുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാണ്. സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലോ നൽകുന്ന സാധനങ്ങൾക്ക് ഗുണനിലവാരം കുറവായിരിക്കും എന്ന ധാരണ തെറ്റാണ്. എന്തെങ്കിലും പോരായ്മകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് അത് തക്ക സമയത്ത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇനി അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓണക്കാലത്ത് വ്യാജ സന്ദേശങ്ങളും തട്ടിപ്പ് ലിങ്കുകളും ഒക്കെ തന്നെ പ്രചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ തന്നെ പൊതുജനങ്ങൾ ഏറെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പേരിലും ഒരു വ്യാജ വാർത്ത ഇത്തരത്തിലൊരു വ്യാജ ലിങ്ക് വഴിയൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. പലരുടെയും പണം അത്തരത്തിൽ നഷ്ടമായിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. ആധാർ നമ്പർ നൽകി ഓണക്കിറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഈ രീതിയിൽ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ പ്രചരിക്കുന്ന ലിങ്കുകൾ അത് പൂർണ്ണമായിട്ടും വ്യാജമാണ്. ആരും ഈ തട്ടിപ്പിൽ വീഴരുത്. ഇത്തരം അനാവശ്യ ലിങ്കുകളിലൊക്കെ തന്നെ ക്ലിക്ക് ചെയ്യുകയോ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രത്യേകിച്ചും ആധാർ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കൈമാറുകയോ ചെയ്യരുത്. സർക്കാരിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെയും അതോടൊപ്പം തന്നെ വാർത്താമാധ്യമങ്ങളെയും മാത്രം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുക. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി തീയതികളും അതോടൊപ്പം തന്നെ ആവശ്യമായ രേഖകളും കൃത്യമായി ഓർത്ത് വെച്ച് തിരക്കുകളിൽ പെടാതെ നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ഓണം ആഘോഷിക്കാൻ എല്ലാ പ്രേക്ഷകർക്കും സാധിക്കട്ടെ. ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.